വെൽക്കം ടു മൂവി ബ്രാൻഡ്. 1996 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് നൂറുവട്ടം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തി ഇപ്പോൾ 300ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് സലിം കുമാർ. മലയാളികളിൽ ചിരി പൊട്ടിച്ച എണ്ണിയാൽ തീരാത്തത്ര കഥാപാത്രങ്ങൾ സലിം കുമാറിലൂടെ പിറന്നിട്ടുണ്ട്. അതിലേതാണ് മികച്ചതെന്ന് പറയാനും കഴിയില്ല. എല്ലാം ഒന്നിനൊന്നും മികച്ച കഥാപാത്രങ്ങളാണെന്ന് സംശയമില്ലാത്ത കാര്യമാണ്. മായാവിയിലെ ശ്രാങ്ക്, കല്യാണരാമനിലെ പ്യാരിലാൽ, പുലിവാൽ കല്യാണത്തിലെ മണവാളൻ എന്നിവയെല്ലാം അവയിൽ ചിലത് മാത്രം. ഇപ്പോഴിതാ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ നടൻ പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത്. സലിം കുമാറിന്റെ മകൾ ചന്തു സിനിമയിൽ എത്തിക്കഴിഞ്ഞു. പൈങ്കിളി എന്ന ചിത്രമാണ് ചന്തുവിന്റേതായി ഇപ്പോൾ തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത്. എന്നാൽ സലിം കുമാറിന്റെ രണ്ടാമത്തെ മകൻ ആരോമൽ സിനിമയിൽ നിന്നും മാറി നിൽക്കുകയാണ്. ആരോമൽ വ്യാജ ഐഡന്റിറ്റിയിൽ കേരളത്തിൽ ജോലി ചെയ്യുകയാണെന്നാണ് സലിം കുമാർ ഇപ്പോൾ പറയുന്നത്. തിരുവനന്തപുരത്തെ IT സെക്ടറിലാണ് മകൻ ജോലി ചെയ്യുന്നത്. ഇവിടെ അച്ഛന്റെ തൊഴിൽ എന്തെന്ന് പോലും മകൻ ആരോമൽ വ്യക്തമാക്കിയിട്ടില്ല. മാത്രമല്ല, വ്യാജ ഐഡന്റിറ്റിയിലാണ് മകൻ ജോലി ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം പേജ് പോലും പ്രൈവറ്റ് ആക്കിയാണ് ആരോമലിന്റെ ജീവിതമെന്നാണ് സലിം കുമാർ പറയുന്നത്. അതേസമയം അടുത്തിടെ അഭിമുഖത്തിൽ ചന്തു പറഞ്ഞ വാക്കുകളും വൈറലായിരുന്നു. ബാലതാരമായിട്ടാണ് സിനിമയിലേക്ക് കടന്നു വരുന്നത്. മമ്മൂട്ടി ചിത്രം ലവ് ഇൻ സിംഗപ്പൂരിൽ അച്ഛന്റെ കുട്ടിക്കാലം അവതരിപ്പിച്ചത് ഞാനാണ്. അതുപോലെ മാലിക് എന്ന ചിത്രത്തിലും അച്ഛന്റെ കുട്ടിക്കാലം ഞാൻ അവതരിപ്പിച്ചിരുന്നു. അച്ഛന്റെ അഡ്രസ്സിൽ നിന്ന് മാറി ആദ്യമായി ചെയ്യുന്ന സിനിമ മഞ്ഞുമൽ ബോയ്സ് ആണ്. ഒരു പക്ഷേ ക്ലൈമാക്സ് രംഗത്തിലെ ലൂസ് അടിക്കട എന്ന രംഗം കണ്ട് ഉദയനാണ് താരം സിനിമയിലെ ഫേമസ് സലിം കുമാർ മീം ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകണമെന്നും ചന്തു സലിം കുമാർ പറഞ്ഞു. ലൂസ് അടിക്കട എന്ന സീന് മാത്രമല്ല, ആ സിനിമയിൽ തന്നെ സ്ക്രീനിൽ കാണുമ്പോഴൊക്കെ ഉദയനാണ് താരം സിനിമയിലെ റഫീഖ് തിയേറ്ററിൽ ഇരുന്ന് നിർവൃതി അടയുന്നത് പോലെ അനുഭവപ്പെട്ടെന്നും ചന്തു കൂട്ടിച്ചേർത്തു. നടൻ സലിം കുമാറിന് പുലിവാൽ കല്യാണം, ചതിക്കാത്ത ചന്തു പോലുള്ള സിനിമകൾ മലയാളത്തിൽ എക്കാലവും സംഭവിക്കണമെന്നാണ് ആഗ്രഹമെന്ന് ചന്തു വെളിപ്പെടുത്തി. അതുകൊണ്ട് തന്നെ പൈങ്കിളി പോലുള്ള സിനിമകൾ അദ്ദേഹം ആവേശത്തോടെ കാണും. നാച്ചുറൽ അഭിനയം കാഴ്ചവെക്കുന്നതിനേക്കാൾ ഓവർ ദ ടോപ്പ് പ്രകടനം കാഴ്ചവെക്കുന്നവരെ മാത്രമാണ് അച്ഛൻ യഥാർത്ഥ കലാകാരനായി വിലയിരുത്തുന്നത്. ഇപ്പോഴത്തെ റിയലിസ്റ്റിക് അഭിനേതാക്കളെ അംഗീകരിക്കാൻ അച്ഛൻ സലിം കുമാർ തയ്യാറല്ലെന്നും ചന്തു പറഞ്ഞു. അച്ഛാ, ഒരു സിനിമ ഇറങ്ങി നല്ല റിയലിസ്റ്റിക് സിനിമയാണ്, അഭിനേതാക്കളുടെ പ്രകടനമൊക്കെ നാച്ചുറലാണെന്ന് പറഞ്ഞാൽ ഓക്കെ നന്നായി വരട്ടെ എന്ന് മാത്രം പറഞ്ഞു. അച്ഛൻ ആ വഴി അങ്ങ് പോകും. അച്ഛൻ ഒരു കാലത്ത് ചെയ്തതുപോലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നവരെ ബഹുമാനത്തോടെയാണ് കാണുന്നത്. പൈങ്കിളി എന്ന സിനിമയെക്കുറിച്ച് അച്ഛനോട് ആദ്യം അഭിപ്രായം പറയുന്നത് നാദിർ ഷാ അങ്കിളാണ്. അച്ഛൻ സിനിമ കണ്ടിട്ടില്ല, നമ്മുടെ പഴയൊരു മീറ്ററാണ് ഇവർ ഇപ്പോൾ പിടിച്ചിരിക്കുന്നത് എന്ന് നാദിർ ഷാ അങ്കിൾ അച്ഛനോട് പറഞ്ഞു. അത് കേട്ട ശേഷമാണ് പൈങ്കിളി സിനിമയെക്കുറിച്ച് അച്ഛൻ എന്നോട് കാര്യമായി സംസാരിച്ചു തുടങ്ങുന്നതെന്നും ചന്തു വ്യക്തമാക്കി. ചന്തു അഭിനയിച്ച മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മാത്രമാണ് തിയേറ്ററിൽ പോയി സലിം കുമാർ കണ്ടിട്ടുള്ളത് എന്നും ചന്തു പറഞ്ഞു.